നിൽക്കുന്നത് കാസർഗോഡിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അത്തറിന്റെയും പെർഫ്യൂംസിന്റെയും പറദീസയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് മുമ്പ് കാണുന്ന ഈ ഒരു ഷോപ്പാണ് കാസർഗോഡ് ഓരോ വ്യക്തികൾക്കും ഡെയിലി സുഗന്ധം പകർന്നു നൽകുന്നത്. നമുക്കിന്ന് ഈ ഒരു ഷോപ്പാണ് നമുക്കിത് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരെ വീട്ടിലേക്ക് പോവാം. നമസ്കാരം. കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ മനുഷ്യനാണ് കേരളീയം ന്യൂസിലേക്ക് നമുക്ക് ഈ പെർഫ്യൂംസിനെ കുറിച്ച് പറയുന്നത്. ഈ കാണുന്ന പെർഫ്യൂംസുകളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മാർജിൻ ഫ്രീ ഡ്യൂട്ടി ഷോപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിത പെർഫ്യൂംസ് അല്ലേ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളത്? ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ് പെർഫ്യൂംസിൽ മാത്രം. ഓക്കെ, ഒരു പെർഫ്യൂം ഇവിടെ നിങ്ങളുടെ ഒരാൾക്ക് വിൽക്കുന്നത് ഏതാണ്ട് എത്ര രൂപയ്ക്കാണ്? ഇവിടെ ഏകദേശം ഒരു 100 രൂപ മുതൽ 18,000 20,000. ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ പെർഫ്യൂം ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദിക്കാൻ ചോദിച്ചോട്ടെ? ചോദിക്കും. ശരി, എന്താണ് അത്തറും സ്പ്രേയും ഡിയോറിനും തമ്മിലുള്ള വ്യത്യാസം? സ്പ്രേ എന്ന് വെച്ചെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റും, നല്ല സ്പ്രേ ചെയ്യാൻ പറ്റും. അത്തറാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ്, നല്ല അടിപൊളി നാച്ചുറൽ ടൈപ്പിൽ യൂസ് ചെയ്യാം. ഡിയോറന്റ് ആണെങ്കിലോ? ഡിയോറന്റ് ആണെങ്കിൽ അത് ലാസ്റ്റിംഗ് കുറച്ച് കുറവായിട്ട് വരും. ബോഡി മതി ഇത്ര പ്രൊജക്ഷൻ ഉണ്ടാവും. ഇതിൽ ഈ ഇരിക്കുന്ന അത്തറിലെ ഏറ്റവും ടോപ്പ് അത്തർ എത്ര രൂപയുടെ അത്തറായിരിക്കും? ഇവിടെ നമ്മൾ 500 രൂപ മുതൽ 15,000 രൂപ വരെയുള്ള. ശരി, എനിക്ക് 12 മില്ലിക്ക് 12 മില്ലി ബോട്ടിലിന് 15,000 രൂപ. എനിക്ക് ആ ബോട്ടിൽ കാണിച്ചു തരുമോ? നമുക്ക് 15 മില്ലി 12 മില്ലിയുടെ ബോട്ടിൽ നമുക്കത് കാണാം. ഇതൊക്കെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ? ഓരോന്നോരോ വെറൈറ്റി. ശരി, ഓക്കെ. ഇത് നമ്മളിത് റബ്ബ് ചെയ്യണം. നാച്ചുറൽ ആണ്. ആദ്യം ഒരു ടൈപ്പ് വേണം വരും, പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് അർബികളൊന്നും കൊണ്ടുപോകും. ഇത് രണ്ടെണ്ണം അടിക്കുന്ന ഫീലായിട്ടാ കലക്കി പിടിക്കണ്ടേ? വേറെ ഒന്നും കാണിച്ചാൽ. ശരി, നോക്കാം. ഇതൊക്കെ ഈ ഗിഫ്റ്റുകൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണോ? ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിരിക്കും. നോക്കാം. ഇത് ഞാൻ റബ്ബ് ചെയ്യണല്ലേ? ആവശ്യമില്ല. ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് ഫുള്ള്. ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഓരോ 14,000 രൂപ ഇഷ്ടമായി. ഇല്ല, അപ്പൊ നേരത്തെ തന്നെ കാണിച്ചത് 14,000 രൂപയുടെ സാധനമാണ്. അതിനെത്ര വെച്ചെങ്കിൽ അത് 60 രൂപ ലോങ് ലാസ്റ്റിംഗ് ആണ്. ബോഡിക്ക് ഡയറക്റ്റ് തേക്കാൻ നാച്ചുറൽ ആണ്. വീർക്കും തോറും സ്മെല്ല് വരും. ശരിയാണ്. മദ്യത്തിനും അത്തറിനും സുഗന്ധം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പഴകിയാൽ അത്രത്തോളം സ്മെല്ല് വരുമെന്നാണ് പറയുന്നത്. അതും കാരണവന്മാര് പറയുന്നത് അല്ലേ? ശരി, ഇതും പെർഫ്യൂംസ് ആണ്. പിന്നെ ഇപ്പോ ഒരു പുതിയൊരു ട്രെൻഡ് ഉണ്ട് അല്ലെ? ആരെന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ ഇത് മേക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ മേക്ക് ചെയ്യും. ഏത് സ്മെല്ല് വേണം നിങ്ങൾ പറഞ്ഞ സ്മെല്ല് മേക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശമായ സ്മെല്ല് നമുക്ക് നോക്കിയാലോ? ശരി, എനിക്കപ്പം ഏത് പെർഫ്യൂം ഉണ്ടാക്കി തരിക? ശരി, നോക്കാം. നമുക്ക് നേരെ ലൈവിലേക്ക് പോകാം. പെർഫ്യൂം എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് നോക്കാം. എത്ര മിനിറ്റ് ആണ് ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ? 3 മിനിറ്റ് വേണ്ട. അപ്പൊ ഒരു സുഗന്ധം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റിന് താഴെ തന്നെ അവർ ചെയ്തു കൊടുക്കും. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഈ കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാവർക്കും സുഗന്ധം നൽകുന്നത് നമ്മുടെ ഈ കൊച്ചു കാക്കയാണ്. കാക്കയെ ഞാൻ പരിചയപ്പെടുത്തില്ല, പേര് പറഞ്ഞില്ല. അബ്ദുൾ റസാഖാണ് സുഗന്ധം പരത്തുന്നത്. നമുക്ക് ചോദിക്കാം. ഓക്കെ, 3 മിനിറ്റ് എങ്കിൽ 3 മിനിറ്റ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഏറ്റവും നല്ല മണമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് ഞങ്ങളുടെ പ്രേക്ഷകർക്കാണ്, എനിക്കല്ല, ഞങ്ങളുടെ പ്രേക്ഷകർക്കാണ്. ഇതെന്താ ഓയിൽസ് ആണ് അല്ലേ? ഈ നിത പെർഫ്യൂംസിന്റെ പേരുള്ള കാരണം ഉണ്ടോ? ഓക്കെ, ശരി. ഇതിപ്പോ കാസർഗോഡ് രണ്ടാമത്തെ ഷോപ്പ് അല്ല? കാസർഗോഡ് 8 ഷോപ്പുണ്ട്. 20 വർഷത്തെ സേവന പാരമ്പര്യമാണ് കേട്ടോ. ഒരു മിനിറ്റ്, കാക്കന്നെ പറയട്ടെ, എവിടെയൊക്കെ ഷോപ്പുണ്ട്? കാഞ്ഞങ്ങാട്, ഉപ്പള, കുമ്പള, കാസർഗോഡ്. ഓക്കെ, ശരി. ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ ഒരു പ്രവാസി ആവട്ടെ, വിദേശത്തുള്ള മനുഷ്യനാവട്ടെ, അല്ലെങ്കിൽ സ്വദേശത്തുള്ള മനുഷ്യനാവട്ടെ, അഡ്രസ്സോ നമ്പറോ കണ്ട് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെർഫ്യൂം എത്തിച്ചു കൊടുക്കും. തീർച്ചയായും. എങ്ങനെ എത്തിച്ചു കൊടുക്കും? കൊറിയർ സർവീസ് അതുകൊണ്ട്. അപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് പിങ് ചെയ്താൽ മതി. ഇഷ്ടമുള്ള പെർഫ്യൂമിന്റെ പേര് പറഞ്ഞാൽ മതി, അയച്ചു കൊടുക്കൂ. കുഴപ്പമൊന്നുമല്ലല്ലോ. പെർഫ്യൂം ഏതായാലും നോക്കാം. കഴിഞ്ഞു. ഇനി ഫിറോസ് അശാരി.
അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കാസർഗോഡ് ഈ ആൾക്കാരെ മൊത്തം മായ്ക്കിയത് അല്ലേ? അടിപൊളി. നോക്കട്ടെ നോക്കട്ടെ. ഇത് പ്രേക്ഷകർക്കാണ്. ആ, ഞാൻ തരുന്നില്ല, എനിക്ക് വേണം. എനിക്കിഷ്ടമായി. സൂപ്പർ ആയിട്ടോ. നിതയുടെ അടിപൊളി. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇനി എനിക്ക് തോന്നുന്നു വിയർക്കുന്നതനുസരിച്ച് സ്മെൽ ഉണ്ടാവും. നമുക്ക് നല്ല പ്രൊജക്ഷൻ കിട്ടും. നല്ല ലാസ്റ്റിന് ഏകദേശം 12 മണിക്കൂർ പക്കാണ്. 24 മണിക്കൂറാണ്, പക്ഷെ ഞങ്ങൾ കുറച്ചിട്ടാണ് പറയുന്നത്. 12 മണിക്കൂർ എന്നെ മണം പിടിച്ച് കുളിക്കുന്നുണ്ട്, നല്ലതുപോലെ പിടിച്ച് കുളിക്കുന്നുണ്ട്. 12 മണിക്കൂർ ഉറപ്പാണ്, പക്ഷെ 24 മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. ഞങ്ങൾ 24 മണിക്കൂർ എന്ന് പറയാത്തത് ഒരാൾ ഷർട്ട് ഇടുന്ന ഒരു ടൈം. നിങ്ങളുടെ മാത്രം ക്വാളിറ്റി കസ്റ്റമർ നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്? നിങ്ങളുടെ മാത്രം പ്രത്യേകത അഥവാ സവിശേഷത ഒരാളൊരു പെർഫ്യൂം വാങ്ങിച്ചാൽ എന്താണ് കസ്റ്റമറിന് കൊടുക്കുന്നത്? ഒരു കസ്റ്റമറിന് നിങ്ങളുടെ മാത്രം പ്രത്യേകത എന്താണ് നിങ്ങൾ നൽകുന്നത്? ക്വാളിറ്റി 20 വർഷം കൊണ്ട് ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ട് പോകുന്നത്. ഒരു സ്ഥാപനത്തിന് രണ്ടാമത്തെ സ്ഥാപനം 2 3 ആവുന്നത് ക്വാളിറ്റി ഉണ്ടല്ലോ. കസ്റ്റമർ 8 ആയതും ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റി ഉണ്ടാവും. കസ്റ്റമർ വരുന്നുണ്ട്, റിപ്പീറ്റ് കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. എറണാകുളത്ത് നിങ്ങൾ ഇത് അറിഞ്ഞു വന്നത് എന്തെങ്ങനെ വന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നത് തന്നെയാണ്. ശരി, ഇപ്പോ ഒരു വ്യക്തി വന്ന് പെർഫ്യൂം വാങ്ങിയിട്ട് പോയി, അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായും അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ അതിനെന്തെങ്കിലും റീകണ്ടീഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഒരു പെർഫ്യൂം വാങ്ങിച്ചെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന പെർഫ്യൂംസ് മൊത്തം ഞാൻ വാങ്ങിട്ട് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എത്ര അത് കസ്റ്റമർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിലുള്ള കസ്റ്റമറാണ്, എങ്ങനെയാണ് അവർ പറയുന്നത്, എന്താണ് അവർക്ക് വേണ്ടത് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യം നമുക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല, രണ്ടാമത്തെ പ്രാവശ്യം എനിക്കത് മനസ്സിലാവും, ഇന്നതാണ് ഇയാൾക്ക് വേണ്ടത്. അന്നേരം അത് ഞങ്ങൾ തിരുത്തി കൊടുക്കും. ഇയാളുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് മാറ്റിക്കൊടുക്കും. ഏതൊരു വ്യക്തിക്കും തനിക്ക് ഇഷ്ടമുള്ള മണം ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാഷ് റീഫണ്ട് ചെയ്യാതെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ മണം, അതായത് സുഗന്ധം പകർന്നു നൽകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് വ്യക്തമാവുന്നത്. ശരിയല്ലേ? തീർച്ചയായും. ഓക്കെ, പെർഫ്യൂംസ് കൂടാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ വിൽക്കുന്നത്? അത്ര പെർഫ്യൂം പുകയ്ക്കുന്ന ബഹൂർ. ഈ ബഹൂറിനൊക്കെ ഏതാണ്ട് എത്ര രൂപ വരും? ഗ്രാം 250 മുതൽ പിന്നെ 1500 വരെ. പിന്നെ ഊതുണ്ട്, നാച്ചുറൽ ഊതുണ്ട്. ഇതാണ് ഊതല്ലേ? 14,000 രൂപയുടെ മുതലാണ് എന്റെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് സ്മെല്ലായിട്ടൊന്നും വരുന്നില്ലല്ലോ കേട്ടോ. അത് കത്തിക്കുമ്പോൾ എണ്ണ ഒരു തടിയുടെ വില 14,000 രൂപ. ഒരു തടിയുടെ വില 100 ഗ്രാമാണ് കേട്ടോ 14,000 രൂപ. അപ്പൊ ഇത് നിങ്ങൾ ഗ്രാം കണക്കിന് പൊടിച്ചു കൊടുക്കും അതോ പീസാക്കി കൊടുക്കും? തൂക്കി കൊടുക്കും. അപ്പൊ ഇത് പോയിക്കുമ്പോഴാണ് മണം വരുന്നത്. ഈ കാണുന്നതെല്ലാം ബഹൂർ. ഇതാണ് ഈ മുസ്ലിംസ് എല്ലാം അവരുടെ അലമാരയിലൊക്കെ ഡ്രസ്സ് വെക്കുമ്പോൾ പുകച്ച്, ആ സ്മെല്ലാണ് ആൾക്കാരെ പുകച്ച് പുറത്തടിക്കുന്ന സ്മെല്ല് അല്ലേ? ഇത് നമ്മൾ കുറച്ചൊരു ക്വാണ്ടിറ്റി ഇട്ടിട്ട് ഇട്ടിട്ട് നമ്മൾ പുകയ്ക്കും. ഇതിനൊക്കെ ഏതാണ്ട് എത്ര റേറ്റ്? ഇതിപ്പോ ഏതാണ്ട് എത്ര രൂപയുടെ ഒരു മുതലാണ് എന്റെ ഇരിക്കുന്ന ഈ സാധനം? ഓക്കെ. കാരണം ഇവിടെ അഫോർഡബിൾ റേറ്റും ഉണ്ട് അല്ലെ? അഫോർഡബിൾ റേറ്റിനും ഉണ്ട്. നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ്. കട്ട. ഇത് നമ്മുടെ ഈ അഗർബത്തി എടുക്കുമ്പോൾ തന്നെ മണം വരുന്നുണ്ട് കേട്ടോ. ഇത് അഗർബത്തി സ്റ്റൈലാണ്. ഒരു ചെറിയൊരു കട്ടയാണ്. ഈ കട്ട പുകയ്ക്കുമ്പോൾ നല്ല സുഗന്ധം കിട്ടും. ഇത് ഇതിന്റെ ഇതിപ്പോ ലൈവായിട്ട് കാക്ക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പുകയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് ധൂപ് പുകയ്ക്കുന്നത് പോലെ പുകച്ചാൽ മതി അല്ലേ? ഇതെന്താണോ? ഇതൊരു ഓക്കെ. ഇത് ഇലക്ട്രിക് ആണോ? ഇത് ചാർക്കോൾ കത്തിച്ചിട്ട്. ശരി. ഇവിടെ നിൽക്കാൻ വയ്യ. ഈ പറയുന്ന എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. ഈ പറയുന്ന എക്സ്പീരിയൻസ് പറയാണ്ടിരിക്കാൻ വയ്യ. ഈ പറയുന്ന എക്സ്പീരിയൻസ് നേരിട്ട് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസർഗോഡ് സിറ്റി ടവേഴ്സിന്റെ തൊട്ടടുത്ത് ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. ആ ഹൈപ്പർ മാർക്കറ്റ് അടുത്ത് ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു ഷോപ്പുണ്ട്, നിത പെർഫ്യൂംസ്. ഇവിടെ ഏറ്റവും കൂടുതൽ സൗഹൃദം മാത്രം പങ്കുവയ്ക്കുന്ന ഒരു കാക്കയുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണുക. അദ്ദേഹം നിങ്ങൾക്ക് പെർഫ്യൂം ചിലപ്പോൾ ഫ്രീ ആയിട്ടും തരും.